നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്, ട്രാൻസ്ഫോമേഴ്സ് ആണ്. ട്രാൻസ്ഫോമേഴ്സ് പാർട്ട് നമ്പർ 1 നമ്മൾ നോക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 6 to 7 ക്വസ്റ്റ്യൻസ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷൻ പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. EMF ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതായിരിക്കും ലോസസ് ഇമ്പോർട്ടൻ്റ് ആണ്, റെഗുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, 3 phase ട്രാൻസ്ഫോമേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതെല്ലാം കൂടെ ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു പാർട്ട് 3 പാർട്ട് 4 കൂടി നമുക്ക് ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. സോ ശ്രദ്ധിക്കുക, വളരെ കാര്യമായിട്ട് നമ്മൾ നോക്കുക. പിന്നെ ഞാൻ ആൾറെഡി ഇതിന്റെ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് തിയറി പാർട്ടൊക്കെ കൂടുതലായിട്ട് അതിനകത്ത് നമുക്ക് കിട്ടും. സോ ഇത് ഈ വീഡിയോ നോക്കുമ്പോഴത്തേക്ക് ആ മാനുവലും കൂടെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. കാര്യം തിയറി പാർട്ടെല്ലാം അതിനകത്ത് കുറേ എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എല്ലാ പ്രോബ്ലംസിന്റെയും മോഡൽസ് നമ്മൾ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സിലബസ് നമുക്ക് കവർ ചെയ്തിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് അതേ കണക്ക് തന്നെ ചോദിക്കുന്നതും ചോദിക്കാൻ കൊള്ളാവുന്നതുമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളുടെ മാനുവൽസിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് ഫോളോ അപ്പ് ചെയ്യാം. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്തായിരിക്കും ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്? നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തായിരിക്കും? സ്റ്റാറ്റിക് ഡിവൈസ് അല്ലേ? സോ ട്രാൻസ്ഫോമേഴ്സ് ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ നോക്കിയിട്ട് നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റിലേക്ക് പോകാം. ട്രാൻസ്ഫോമേഴ്സ് മീൻസ് എന്തായിരിക്കും? ഇറ്റ് ഇസ് എ സ്റ്റാറ്റിക് ഡിവൈസ് അല്ലേ? വിച്ച് ട്രാൻസ്ഫേഴ്സ് പവർ ഫ്രം എന്തായിരിക്കും വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട്. ദർഫോർ ഫസ്റ്റ് നമുക്ക് പറയാം ഇറ്റ് ഇസ് എ സ്റ്റാറ്റിക് ഡിവൈസ്. ട്രാൻസ്ഫോമർ ഇസ് എ സ്റ്റാറ്റിക് ഡിവൈസ്. ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു റിഫ്രഷ്മെന്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണ്. പിന്നെ ഇപ്പോൾ ട്രാൻസ്ഫോമറിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രാൻസ്ഫോമർ 2 വൈൻഡിങ് ഉണ്ടാവും അല്ലേ? ഇത് ട്രാൻസ്ഫോമറിന്റെ കോറാണ്. ഇതും ഈ ട്രാൻസ്ഫോമറിന്റെ കോർ 2 വൈൻഡിങ് നമ്മൾ പറയുന്നുണ്ട്. ഇത് വൈൻഡിങ് എന്തായിരിക്കും? ഇത് അടുത്ത വൈൻഡിങ്. ഈ വൈൻഡിങ് എന്തായിരിക്കും വരിക? ഫോർ എക്സാമ്പിൾ ഇത് 110 വോൾട്ടും 110 വോൾട്ട് പ്രൈമറിയിൽ കൊടുത്തു, 220 വോൾട്ട് സെക്കൻഡറിയിൽ കിട്ടുകയാണ്. 220 വോൾട്ട് സെക്കൻഡറി കിട്ടുമ്പോൾ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ വൈൻഡിങ് നമ്മൾ എന്ത് പറയും? ലോ വോൾട്ടേജ് വൈൻഡിങ് അല്ലെ? എന്തായിരിക്കും വരിക? ഇത് ഹൈ വോൾട്ടേജ് വൈൻഡിങ്, HV വൈൻഡിങ്. നമുക്ക് ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ് നമുക്ക് പറയാൻ പറ്റും ലോ വോൾട്ടേജ് വൈൻഡിങ് ആൻഡ് ഹൈ വോൾട്ടേജ് വൈൻഡിങ്. സപ്പോസ് ഈ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്, ഈ ട്രാൻസ്ഫോമർ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. 110 വോൾട്ട് ബൈ 110 വോൾട്ട് ബൈ 220 വോൾട്ട് അല്ലേ? ദാറ്റ് മീൻസ് 110 വോൾട്ടിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് 220 വോൾട്ട് ആക്കുന്നുണ്ട്. സപ്പോസ് ഈ ട്രാൻസ്ഫോമർ റേറ്റിംഗ് 10 kV ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഐ ആം ടെല്ലിംഗ് ദ റേറ്റിംഗ് ഓഫ് ദ ട്രാൻസ്ഫോമർ ഇസ് 10 kV ഇൻ ദ LV സൈഡ്. ദെൻ വാട്ട് ഇസ് ദ റേറ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമർ ഇൻ ദ HV സൈഡ്? ഇറ്റ് ഈസ് ആൾസോ 10 kVA. ദാറ്റ് മീൻസ് എന്തായിരിക്കും? That means transformer can transfer the power from one circuit to another അല്ലേ? That means റേറ്റിംഗ് എന്തായിരിക്കും? റേറ്റിംഗ് സെയിം ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കി ഇവിടെ പ്രൈമറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? വോൾട്ടേജ് കുറവായിരിക്കും, പക്ഷെ കറണ്ട് എന്തായിരിക്കും? വോൾട്ടേജ് കുറവായിരിക്കും, എന്തായിരിക്കും? കറണ്ട് കൂടുതലായിരിക്കും. സെക്കൻഡറി നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? വോൾട്ടേജ് കൂടുതലാണ്, അവിടെ എന്തായിരിക്കും? കറണ്ട് കുറവായിരിക്കും. ബിക്കോസ് എന്തായിരിക്കും? രണ്ട് സൈഡിലും KVA 10 kVA ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിന്റെ പ്രൈമറി സൈഡിലെ KVA 10 ആയിരിക്കും, സെക്കൻഡറി സൈഡിൽ KVA 10 ആയിരിക്കും. അത് ഓർത്ത് വയ്ക്കാം. സോ ഇതൊക്കെ ഇതിന്റെ എന്താ പറയുക, ഇതൊക്കെ ഇതിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്തായിരിക്കും? ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്ഫോമർ ഇസ് എന്തായിരിക്കും? 95% ആയിരിക്കും എഫിഷ്യൻസി വരുന്നത്. കാര്യം എന്തായിരിക്കും? ട്രാൻസ്ഫോമേഴ്സിനകത്ത് ഒരു റൊട്ടേറ്റിംഗ് പാർട്ട് പോലും ഇല്ല. ട്രാൻസ്ഫോമറിനകത്ത് ആകെ റൊട്ടേറ്റിംഗ് പാർട്ട് വരുന്നത് OLTC ആണ്, ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ മാത്രമാണ്. അത് എന്തായിരിക്കും? അത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ മാത്രമായിരിക്കും ട്രാൻസ്ഫോമറിനകത്ത് വരുന്ന റൊട്ടേറ്റിംഗ് പാർട്ട്. ബാക്കിയുള്ള പാർട്സ് എല്ലാം എന്തായിരിക്കും? ട്രാൻസ്ഫോമറിന്റെ സ്റ്റാറ്റിക് ആയിരിക്കും. ദർഫോർ റൊട്ടേഷൻ പാർട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായിരിക്കും? ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി ഹൈ എഫിഷ്യൻസി ആയിരിക്കും. അപ്പം ദാറ്റ് മീൻസ് ഈ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് നോട്ട് എ കൺവേർഷൻ അല്ലേ? ഇപ്പൊ നമ്മൾ മോട്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ? ജനറേറ്റർ പറയുമ്പോഴത്തേക്ക് തിരിച്ച് അല്ലെ? മെക്കാനിക്കൽ ടു ഇലക്ട്രിക്കൽ കൺവേർഷൻ ആക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ്സ് എ കൺവേർഷൻ. എന്തായിരിക്കും? ലോ വോൾട്ടേജ് ടു ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ വോൾട്ടേജ് ടു ലോ വോൾട്ടേജ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും? നമ്മളിപ്പം ട്രാൻസ്ഫോമറിനെ നമ്മൾ ഹൈ വോൾട്ടേജ് നമുക്ക് എന്തിനായിരിക്കും നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് 11 kV നമുക്ക് പവർ സ്റ്റേഷനിൽ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് ജനറേറ്റ് സ്റ്റേഷൻ റെഡി ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്തിനായിരിക്കും സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്? സ്റ്റെപ്പ് അപ്പ് ചെയ്ത് നമ്മൾ എത്ര ആക്കുന്നുണ്ട്? അതായത് 11 kV നമ്മൾ 132 kV ആക്കുന്നുണ്ട്, പിന്നെ 66 kV ആക്കുന്നുണ്ട്, 33 kV ആക്കുന്നുണ്ട്. അപ്പം ഇത് ട്രാൻസ്മിഷൻ നടക്കുമ്പോഴത്തേക്ക് ത്രൂ ഔട്ട് ദ ലെങ്ത് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്മിഷൻ ആയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് എന്തായിരിക്കും? ബിക്കോസ് ഹൈ വോൾട്ടേജ് സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ സമയത്ത് വോൾട്ടേജ് കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും? കറണ്ട് കുറവായിരിക്കും അല്ലേ? ദർഫോർ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഒരു 10 കിലോ വാട്ട് പവർ കൊടുക്കണമെങ്കിൽ പവർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വിചാരിക്കുക.
അല്ലെങ്കിൽ 10 kVA പവർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്തായിരിക്കും വോൾട്ടേജ് ഇത് കറണ്ട് ആണെങ്കിൽ ഓപ്ഷൻസ് എന്തായിരിക്കും 1 വോൾട്ട് 10 ആംസ്, 2 വോൾട്ട് 5 ആംസ്, 5 വോൾട്ട് 2 ആംസ്. ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് നമുക്കുണ്ട്. നമുക്ക് എന്താ 1 വോൾട്ടും 10 ആംസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. 2 വോൾട്ടും 5 ആംസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. 5 വോൾട്ടും 2 ആംസ് ആയിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. കാര്യം എന്താ ഇതെല്ലാം എങ്ങനെ വെച്ച് നോക്കിയാൽ 1 into 10 10, 5 into 2 2 into 5 10, 5 into 2 10. കാര്യം ഇതൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മളേതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ പ്രിഫർ ചെയ്യുന്നതായിരിക്കും 10 വോൾട്ട് into 1 ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാര്യം എന്തായിരിക്കും വോൾട്ടേജ് കൂടി കഴിയാൻ എന്തായിരിക്കും കറണ്ട് കുറവായിരിക്കും. കറണ്ട് കുറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? I2R ലോസ്, ട്രാൻസ്മിഷൻ ലോസ് കുറഞ്ഞു കിട്ടും. I2R ലോസ് നമുക്ക് കുറഞ്ഞു കിട്ടും. I2R ലോസ് കുറഞ്ഞു കിട്ടുമ്പോഴത്തേക്ക് എന്തായിരിക്കും നമുക്ക് അവിടുത്തെ ട്രാൻസ്മിഷൻ ലൈൻ ഡ്രോപ്പും ഒക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. സോ ഇതൊക്കെയാണ് ട്രാൻസ്ഫോമറിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. സോ അത് ഓർത്ത് വയ്ക്കുക. സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറിനെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷണൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരും? ഇപ്പോൾ ട്രാൻസ്ഫോമറിന് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ട്രാൻസ്ഫോമറിനകത്ത് രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമർ നമ്മൾ പറയുകയാണ്. ഒന്ന് അയൺ കോർ ട്രാൻസ്ഫോമർ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വരച്ചു വെച്ചിരിക്കുന്നത് ഇത് അയൺ കോർ ട്രാൻസ്ഫോമർ ആണ്. അയൺ കോർ ട്രാൻസ്ഫോമർ. ഈ അയൺ കോർ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ എന്തായിരിക്കും വരിക? ഇതിന്റെ പവർ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക? 40 Hz to 50 Hz എന്ന് ഞാൻ പറയുകയാണ്. 40 Hz to 50 Hz. ദിസ് ട്രാൻസ്ഫോമർ എന്തായിരിക്കും? ഇത് അയൺ കോർ ട്രാൻസ്ഫോമർ ആണ്. ഇറ്റ് ഈസ് അയൺ കോർ ട്രാൻസ്ഫോമർ. അപ്പം അതേ കണക്ക് തന്നെ വേറൊരു തരത്തിലുള്ള ട്രാൻസ്ഫോമർ പറയുന്നുണ്ട്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് കാൾഡ് എന്തായിരിക്കും? ഇതും ട്രാൻസ്ഫോമർ ആണ്. ഈ ട്രാൻസ്ഫോമർ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് എന്തായിരിക്കും? ദിസ് ട്രാൻസ്ഫോമർ ഈസ് എന്തായിരിക്കും? ദിസ് ഈസ് എയർ കോർ ട്രാൻസ്ഫോമർ. ദിസ് ട്രാൻസ്ഫോമർ ഈസ് എയർ കോർ ട്രാൻസ്ഫോമർ അല്ലെ? എയർ കോർ ട്രാൻസ്ഫോമർ. ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എന്തായിരിക്കും? റേഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണിത്. ഓർത്ത് വയ്ക്കുക. എയർ കോർ ട്രാൻസ്ഫോമറിന്റെ ആപ്ലിക്കേഷൻസ് ആയിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റേഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് കേപ്പബിൾ ഫോർ ഹൈ പവർ ആപ്ലിക്കേഷൻസ് അല്ലെ? അപ്പം റേഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് എയർ കോർ ട്രാൻസ്ഫോമർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓർത്ത് വയ്ക്കാം. ഇതൊക്കെ കൺസ്ട്രക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണ്. നമ്മളിപ്പം അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതായിരിക്കും കോർ മെറ്റീരിയൽസ്. ഞാൻ എന്തായിരിക്കും കുറെ തിയറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓർത്ത് വയ്ക്കുക. കോർ മെറ്റീരിയൽസ് നമ്മളിതെല്ലാം നമ്മളുടെ മാനുവൽസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കോർ മെറ്റീരിയൽസ് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമ്മളുടെ അയൺ കോർ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇവിടെ അയൺ കോർ ട്രാൻസ്ഫോമർ. ഇത് അയൺ കോർ ആണ്. എന്തായിരിക്കും? HV വൈൻഡിങ് വെച്ചിട്ടുണ്ട്. എന്തായിരിക്കും വരിക? നമുക്ക് ഈ കോറിന്റെ മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കോറിന്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കണം? ഈ കോർ മെറ്റീരിയൽ ഷുഡ് ഹാവ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ഹാവ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഹൈ പെർമിയബിലിറ്റി. The core material should have high permeability. രണ്ടാമത്തത് സെക്കൻഡ് വൺ എന്തായിരിക്കും? low hysteresis coefficient. Third one high resistivity. And fourth one low reluctance path. And fifth one high flux density. സോ ഈ എന്തായിരിക്കും നമ്മളുടെ ട്രാൻസ്ഫോമർ കോറിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോക്കാം ഹൈ പെർമിയബിലിറ്റി മീൻസ് എന്തായിരിക്കും? പെർമിയബിലിറ്റി മീൻസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കൂടുതലായിരിക്കണം. ദാറ്റ് മീൻസ് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ഹാവ് എന്തായിരിക്കും? ഗുഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ഹാവ് ഹൈ പെർമിയബിലിറ്റി മീൻസ് എന്തായിരിക്കും? ഗുഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. അത് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഷുഡ് ഹാവ് ഗുഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. കോർ മെറ്റീരിയൽ എന്തായിരിക്കണം? ഷുഡ് ഹാവ് ഗുഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. അടുത്തതായിരിക്കും ലോ ഹിസ്റ്ററിസിസ് കോഎഫിഷ്യന്റ് മീൻസ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ലോ ഹിസ്റ്ററിസിസ് കോഎഫിഷ്യന്റ് ഉള്ള മെറ്റീരിയൽ നമ്മൾ കോറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തായിരിക്കും? ഇൻ ഓർഡർ ടു റെഡ്യൂസ് ഹിസ്റ്ററിസിസ് ലോസ്. അടുത്തത് ഹൈ റെസിസ്റ്റിവിറ്റി മീൻസ് എന്തായിരിക്കും? ഈ കോറിൽ കൂടി നമ്മളിപ്പോൾ പ്രൈമറി നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യും അല്ലെ? ഈ ഫ്ലക്സ് എന്ത് ചെയ്യും? നമ്മൾ കോറിൽ കൂടെ പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സെക്കൻഡറിയിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഈ ഫ്ലക്സ് വന്ന് ലിങ്ക് ചെയ്യും. സെക്കൻഡറിയിൽ EMF അല്ലെങ്കിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ
ഈ കോറിൽ കൂടി ഈ ഫ്ലക്സ് പാസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു എം എം എഫ് ബൈ റിലക്ടൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എം എഫ് ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഐ ബൈ എസ് അല്ലെങ്കിൽ എന്തായിരിക്കും നമുക്ക് പറയാം എം എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ടേൺസ് ഇൻറ്റു കറണ്ട് അല്ലെങ്കിൽ എന്തായിരിക്കും ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് നമുക്ക് പറയാൻ പറ്റും സോ എന്തായിരിക്കും സംഭവിക്കുക ദാറ്റ് മീൻസ് ഈ ഫ്ലക്സ് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഇവിടെ ഒരു കറണ്ട് ഡെവലപ്പ് കറണ്ടും എന്ത് ചെയ്യും ഡെവലപ്പ് ചെയ്യും ഈ കറണ്ട് എന്ത് ചെയ്യും ഈ കറണ്ട് മൂലം നമുക്ക് എന്തുണ്ടാവും അവിടെ എഡി കറണ്ട് ലോസ് ഉണ്ടാവും സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ എഡി കറണ്ട് ലോസ് നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ റെസിസ്റ്റിവിറ്റി കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യും അപ്പം എന്തായിരിക്കും കോർ മെറ്റീരിയൽസ് ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള യൂസ് ചെയ്യാൻ കാര്യം എന്തായിരിക്കും ഇൻ ഓർഡർ ടു റെഡ്യൂസ് വാട്ട് ഈസ് ദാറ്റ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് എഡി കറണ്ട് ലോസ് അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു റെഡ്യൂസ് എഡി കറണ്ട് നമുക്ക് പറയാൻ പറ്റും അടുത്തായിരിക്കും ലോ റിലക്ടൻസ് പാത്ത് കുറവായിരിക്കണം കാര്യം എന്തായിരിക്കും ദാറ്റ് മീൻസ് റിലക്ടൻസ് എന്ന് വെച്ചാൽ എസ് ആണ് എസ് കുറഞ്ഞ എന്തായിരിക്കും ഫ്ലക്സ് കൂടുതലായിരിക്കും ദാറ്റ് മീൻസ് എന്തായിരിക്കും ഇൻ ഓർഡർ ടു that means lower reluctance path means to increase the flux flow and last one high flux density means അതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്തായിരിക്കണം ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലായിരിക്കണം therefore നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും ഫ്ലക്സ് ഡെൻസിറ്റി ഇക്വേഷൻ എന്താ ഫ്ലക്സ് ഡെൻസിറ്റി B is equal to എന്തായിരിക്കും B is equal to flux by area that means എന്തായിരിക്കണം ഫ്ലക്സ് ഡെൻസിറ്റി കൂടണമെങ്കിൽ എന്ത് വേണം therefore for increasing the flux density area of cross section കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫ്ലക്സ് ഡെൻസിറ്റി B എന്തായിരിക്കും B കൂടും സോ അത് ഓർത്ത് വയ്ക്കുക സോ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ കോർ മാനുഫാക്ചർ ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി ഷുഡ് ഹാവ് ഹൈ പെർമിയബിലിറ്റി ലോ റിലക്ടൻസ് ഹൈ റെസിസ്റ്റിവിറ്റി ഇതായിരിക്കും ലോ ഹിസ്റ്ററിസിസ് കോഎഫിഷ്യന്റ് ഹൈ ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് ഹൈ എന്തായിരിക്കണം ഹൈ ഫ്ലക്സ് ഡെൻസിറ്റി അല്ലേ ഇനി ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ വാല്യൂ ഓഫ് ദ ഫ്ലക്സ് ഡെൻസിറ്റി B max is equal to എന്തായിരിക്കും 1.2 Weber per for transformer flux density should be in the range of 1.2 Weber per meter square to 2.2 Weber per meter square important ആണ് ഓർത്ത് വയ്ക്കുക so 1.2 Weber per meter square to 2.2 Weber per meter square so that is the value of the flux density അപ്പോൾ ഈ ഇത്രയും പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും സോ കോർ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതായിരിക്കും സിലിക്കൺ സ്റ്റീൽ ആയിരിക്കും സിലിക്കൺ സ്റ്റീൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡലി യൂസ്ഡ് മെറ്റീരിയൽ ഫോർ മാനുഫാക്ചറിങ് ഓഫ് ട്രാൻസ്ഫോമർ കോർ സിലിക്കൺ സ്റ്റീൽ ദാറ്റ് മീൻസ് സിലിക്കൺ സ്റ്റീൽ മീൻസ് എന്തായിരിക്കും സ്റ്റീൽ പ്ലസ് 4% സിലിക്കൺ ഇറ്റ് ഈസ് കാൾഡ് സിലിക്കൺ മെറ്റീരിയൽ സിലിക്കൺ സ്റ്റീൽ therefore എന്തായിരിക്കും സിലിക്കൺ സ്റ്റീൽ is the most widely material used for the manufacturing of transformer core because it has the following properties what is that high permeability low resistance low resistivity low hysteresis coefficient low reluctance path and high flux density ഓർത്ത് വയ്ക്കുക നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും നെക്സ്റ്റ് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ based upon the construction point of view നമ്മൾ ട്രാൻസ്ഫോമറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് ഇതും ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് therefore ഇതായിരിക്കും മൂന്ന് തരത്തിലുള്ള ട്രാൻസ്ഫോമേഴ്സ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും മൂന്ന് തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ആണ് ഒന്നായിരിക്കും കോർ ടൈപ്പ് ഷെൽ ടൈപ്പ് ആൻഡ് ബെറി ടൈപ്പ് ഇതായിരിക്കും നമുക്ക് പറയാം based on the construction അല്ലേ based on construction ഇതായിരിക്കും ട്രാൻസ്ഫോമേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു എന്തായിരിക്കും കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ core type next one is shell type and last one is berry type core type shell type and berry type core type എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ നമ്മളിപ്പം ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ വരച്ച കോർ തരത്തിലുള്ള ട്രാൻസ്ഫോമർ അല്ലേ ഇതായിരിക്കും അതാണ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ കോർ ഉണ്ടാവും കോറിൽ ചുറ്റും എന്തുണ്ടാവും നമ്മൾ വൈൻഡിങ്സ് നമ്മൾ വെച്ചിട്ടുണ്ടാവും അല്ലേ കോർ യു ആർ പ്ലേസിംഗ് ദ വൈൻഡിങ്സ് ഹിയർ അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് കോറിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും കോർ ബീയിങ് സറൗണ്ടഡ് ബൈ വൈൻഡിങ് കോർ തെറ്റിച്ച് കളയരുത് ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കോർ ബീയിങ് സറൗണ്ടഡ് ബൈ വൈൻഡിങ് അഥവാ തെറ്റി പോവുകയാണെങ്കിൽ കോർ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ കോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക കോർ ബീയിങ് സറൗണ്ടഡ് ബൈ വൈൻഡിങ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക വൈൻഡിങ് ബീയിങ് സറൗണ്ടഡ് ബൈ ദ കോർ വൈൻഡിങ് ബീയിങ് സറൗണ്ടഡ് ബൈ കോർ അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ട്രാൻസ്ഫോമർ നമ്മൾ ഇതായിരിക്കും ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും വരിക ഇതായിരിക്കും നമ്മളുടെ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ
ഇവിടെ ഇൻസുലേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇവിടെ വൈൻഡിങ് വയ്ക്കും. അപ്പം ഇതായിരിക്കും നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതായിരിക്കും ഫ്ലക്സ് 5, 5, 1, 5, 2 നമുക്ക് കൊടുക്കാം. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, ഈ ബെറി ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഇത് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. ദിസ് ഈസ് ബെറി ടൈപ്പ് ട്രാൻസ്ഫോമർ ഈസ് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ. ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ അതിന്റെ കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും വരിക? ഇങ്ങനെ അടിക്കാനുള്ള കൺസ്ട്രക്ഷൻ വരുന്നത്, ഇങ്ങനെ അടിക്കാം. ദാറ്റ് മീൻസ് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ ഏതൊക്കെയാണ്? CT ആൻഡ് PT. ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ് CT ആൻഡ് PT ഓർത്ത് വെച്ചാൽ മതി. അതായത് ഈ ഒരു ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ ബെറി ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി. അതായിരിക്കും അത് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സിന്റെ കൺസ്ട്രക്ഷൻ ആണ് ബെറി ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്, CT ആൻഡ് PT. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്തായിരിക്കും വരിക? രണ്ടാമത്തെ എന്തായിരിക്കും? നമ്മൾ കോർ ബീങ് സറൗണ്ടഡ് ബൈ ദ വൈൻഡിങ്. സെക്കൻഡ് എന്തായിരിക്കും? വൈൻഡിങ് ബീങ് സറൗണ്ടഡ് ബൈ ദ കോർ. രണ്ടാമത്തെ എന്തായിരിക്കും? ടൈപ്പ് ഓഫ് വൈൻഡിങ്. നോക്കിയേ, നമ്മുടെ ഈ കോറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കോറിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വൈൻഡിങ് അല്ലേ. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ വിച്ച് ടൈപ്പ് ഓഫ് വൈൻഡിങ് ഈസ് യൂസ്ഡ്? കോൺസെൻട്രിക് വൈൻഡിങ് ഈസ് യൂസ്ഡ്. കോൺസെൻട്രിക് വൈൻഡിങ്. ബട്ട് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? സാൻഡ്വിച്ച് ടൈപ്പ് വൈൻഡിങ്. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ വി ആർ യൂസിങ് എന്തായിരിക്കും? സാൻഡ്വിച്ച് വൈൻഡിങ്. മൂന്നാമത്തെ പോയിന്റ്, തേർഡ് പോയിന്റ് എന്തായിരിക്കും? ഇവിടെ നോക്കി, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ലീക്കേജ് ഫ്ലക്സ് എന്തായിരിക്കും? ലീക്കേജ് ഫ്ലക്സ് കൂടുതലായിരിക്കും. therefore എന്തായിരിക്കും? ലീക്കേജ് ഫ്ലക്സ് ഈസ് മോർ. L ഈസ് ലീക്കേജ് ഫ്ലക്സ് ഈസ് മോർ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ലീക്കേജ് ഫ്ലക്സ് ഈസ് ലെസ്. അടുത്ത എന്തായിരിക്കും സംഭവിക്കുക? എന്തായിരിക്കും? വൈൻഡിങ് കൺസ്ട്രക്ഷൻ സിമ്പിൾ ആണ് അല്ലേ? സിമ്പിൾ കൺസ്ട്രക്ഷൻ. കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ സിമ്പിൾ കൺസ്ട്രക്ഷൻ. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്തായിരിക്കും വരിക? ഇറ്റ്സ് കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ അല്ലേ? ഡിഫിക്കൽട്ട് കൺസ്ട്രക്ഷൻ, കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ നമുക്ക് പറയാൻ പറ്റും. കോംപ്ലക്സ് ടൈപ്പ് കൺസ്ട്രക്ഷൻ. പിന്നെ നമുക്ക് അടുത്ത എന്തായിരിക്കും? ഇവിടെ എന്തായിരിക്കും? നമ്മളുടെ തേർഡ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ലീക്കേജ് ഫ്ലക്സ് കൂടുതലായിരിക്കും അല്ലെ? നമ്മുടെ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ലീക്കേജ് ഫ്ലക്സ് കൂടുതലായിട്ട് എന്തായിരിക്കും? ലാർജ് നമ്പർ ഓഫ് അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മാഗ്നറ്റൈസിംഗ് കറന്റ് ഈസ് റിക്വയർഡ്. therefore മാഗ്നറ്റൈസിംഗ് കറന്റ് റിക്വയർഡ് ഈസ് മോർ ഇൻ ഫോർ കോർ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ്. സോ മാഗ്നറ്റൈസിംഗ് കറന്റ് ഈസ് മോർ. The magnetizing current required is more for a core type transformer. Shell type transformer the leakage flux കുറവായതുകൊണ്ടായിരിക്കും less magnetizing current അല്ലേ? less magnetizing current. So last point very important ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. എന്തായിരിക്കും? കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്ന പിന്നെ ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുന്നത്? കോർ ടൈപ്പ് കൺസ്ട്രക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ എങ്ങനെ ആയിരിക്കും? ഹൈ വോൾട്ടേജ് low current transformers. High voltage low current transformers. And shell type എന്തായിരിക്കും? തിരിച്ച് എന്തായിരിക്കും? low voltage high current. Very important ആണ് ലാസ്റ്റ് പോയിന്റ്. ഒരുപാട് തവണ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് കണ്ടുവന്നിട്ടുണ്ട്. സോ ഓർത്ത് വയ്ക്കുക, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടു റിമെമ്പർ. എന്തായിരിക്കും? First point, where based on the construction, transformers are classified into core type, shell type and buried type. Core type transformer core being surrounded by winding, important point. Second point use of winding, concentric winding is used. Other important point, magnetizing current is more in core type transformer, and core type transformers are used in high voltage low current applications. Shell type transformer low voltage high current applications, less magnetizing current leakage flux കുറവായതുകൊണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന വൈൻഡിങ് എന്തായിരിക്കും? സാൻഡ്വിച്ച് വൈൻഡിങ് ആൻഡ് വൈൻഡിങ് ബീങ് സറൗണ്ടഡ് ബൈ കോർ. ഈ 4 പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ബേസ്ഡ് അപ്പോൺ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഓൺ കൺസ്ട്രക്ഷൻ ബേസിസ് അല്ലെ? അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ട്രാൻസ്ഫോമർ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ പറഞ്ഞത്. പിന്നെ ബെറി ടൈപ്പ് ട്രാൻസ്ഫോമർ എടുത്തേക്ക് എന്തായിരിക്കും? അത് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സിന്റെ കൺസ്ട്രക്ഷൻ ആണ് ബെറി ടൈപ്പ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ അത് ഓർത്ത് വയ്ക്കുക. ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ് CT ആൻഡ് PT. ഈ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് എന്തായിരിക്കും? ആപ്ലിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ്. Application of transformers. Application of
ആപ്ലിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എന്തായിരിക്കും? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരിക്കും? സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ അല്ലേ? സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ, സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്തായിരിക്കും? സെക്കൻഡ് വൺ എന്തായിരിക്കും? ഇലക്ട്രിക്കൽ ഐസൊലേഷൻ, electrical isolation. And the third one, it is impedance matching. ഈ ഒരു പാർട്ടിൽ നിന്ന് കമ്പൽസറി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോമറിന്റെ ആപ്ലിക്കേഷൻസ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. നോക്കാം നമുക്ക് ഓരോന്നോരോന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും? നേരെ നമുക്ക് നോക്കാം ഇലക്ട്രിക്കൽ ഐസൊലേഷൻ എന്താണ്? ഹൗ ട്രാൻസ്ഫോമർ ക്യാൻ ബി യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ. വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ, ഫോർ എക്സാമ്പിൾ ഇതൊന്നും നമ്മൾ നോക്കിയേ. നമ്മളിതൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടാണ് എടുക്കുന്നത്. ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്. ഇവിടുത്തെ വോൾട്ടേജ്, ഇവിടുത്തെ റെസിസ്റ്റൻസ് 50 ഓം ആണ്. ഇവിടെ എന്തായിരിക്കും? ഇവിടുത്തെ 50 ഓം ആണ്. ഇവിടെ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് കൊടുത്തു. വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ 100 വോൾട്ട് കൊടുക്കുകയാണ്. 100 വോൾട്ട് ഇൻകമിങ് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? വോൾട്ടേജ് എങ്ങനെ ആയിരിക്കും വരിക? അപ്പോൾ ഞാനിവിടെ ഈ വോൾട്ടേജ് ഞാനിപ്പം ഈ 50 വോൾട്ടിന് അക്രോസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാനൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാൻ പോവാണ്. ഈ വോൾട്ട് മീറ്റർ കണക്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യണം? ഇത് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആയതുകൊണ്ട് എന്തായിരിക്കും വരുന്നത്? 100 വോൾട്ടേജ് നമ്മളിവിടെ കൊടുത്തത് എന്തായിരിക്കും? 50 വോൾട്ട് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വൽ ആയിട്ട് വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് വരും അല്ലേ? ദാറ്റ് മീൻസ് എന്തായിരിക്കും? 100 വോൾട്ട് ഇവിടെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇവിടെ നമുക്ക് കിട്ടും എന്തായിരിക്കും? ഇവിടെ 50 വോൾട്ട് നമുക്ക് കിട്ടും. ഇവിടെ എന്തായിരിക്കും? 50 വോൾട്ട് കിട്ടും. കാര്യം എന്തായിരിക്കും? ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ വോൾട്ട് മീറ്റർ വെച്ചിട്ട് ഈ 50 വോൾട്ട് റെസിസ്റ്റൻസ് 50 ഓം റെസിസ്റ്റൻസിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മെഷർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വേണം? 50 വോൾട്ട് ആണ് നമുക്ക് കിട്ടാനുള്ളത്. അപ്പോൾ ഞാൻ പറയുകയാണ് ഈ വോൾട്ട് മീറ്റർ ഇവിടെ ഉപയോഗിക്കുന്ന വോൾട്ട് മീറ്റർ റെസിസ്റ്റൻസ് 50 ഓം എന്നാണ് എന്ന് വിചാരിച്ചോളൂ. ഐ എം യൂസിങ് എന്തായിരിക്കും? ഈ വോൾട്ട് മീറ്റർ റെസിസ്റ്റൻസ് 50 ഓം ആണെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കിയേ. ഇപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും കാണിക്കുന്നത്? ദാറ്റ് മീൻസ് therefore ഇതായിരിക്കും വോൾട്ട് മീറ്റർ. നമുക്ക് വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്ത് നോക്കാമല്ലോ. വോൾട്ടേജ് ഡിവൈഡർ റൂൾ V is equal to എന്തായിരിക്കും? മെയിൻ വോൾട്ടേജ് 100 അല്ലെ? 100 into റെസിസ്റ്റൻസ് ഓഫ് ദ സെയിം ബ്രാഞ്ച് ദാറ്റ് ഈസ് എന്തായിരിക്കും? 50. റെസിസ്റ്റൻസ് ഓഫ് ദ സെയിം ബ്രാഞ്ച് 50 ഡിവൈഡഡ് ബൈ ഈ 50 ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 50 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ടോട്ടൽ റെസിസ്റ്റൻസ് പറയുമ്പോഴത്തേക്ക് ഈ 50യും വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസ് ആയ 50 ഓം എന്തായിരിക്കും? ഇത് രണ്ടും പാരലൽ ആയിരിക്കും അല്ലേ? therefore എന്തായിരിക്കും വരിക? ഈ രണ്ടും പാരലൽ പ്ലസ് എന്തായിരിക്കും? നമ്മളുടെ ഈ 50 കൂടെ വരും. therefore നമുക്ക് എങ്ങനെ നമ്പർ 50 പ്ലസ് അല്ലെ? 50 പ്ലസ് എന്തായിരിക്കും? 50 പാരലൽ 50 അല്ലെ? ദാറ്റ് മീൻസ് എങ്ങനെയായിരിക്കും? മെയിൻ വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ സെയിം ബ്രാഞ്ച് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. therefore എന്തായിരിക്കും വരിക? therefore 100 ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ സെയിം ബ്രാഞ്ച് എത്ര? 50 divided by എത്രയായിരിക്കും വരിക? 50 പ്ലസ് 50 പാരലൽ 50 എത്ര വരുന്നത്? 50 പാരലൽ 50 R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 25 കിട്ടും. therefore നമുക്ക് എത്ര കിട്ടും? നമുക്ക് therefore നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? നമുക്ക് 33.35 വോൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 33.35 വോൾട്ട് ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ നമുക്ക് ആക്ച്വലി എത്ര വോൾട്ടാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് അനുസരിച്ച് വരുന്നത്? 50 വോൾട്ട് അവിടെ വരുന്നത്. പക്ഷെ നമ്മൾ വോൾട്ട് മീറ്റർ എത്ര റീഡ് ചെയ്യുന്നത്? 33.35 വോൾട്ട്. ഇങ്ങനെ that means എന്ത് ചെയ്യുന്നുണ്ട്? ഈ 50 വോൾട്ടിന് പകരം വോൾട്ട് മീറ്റർ റീഡ് ചെയ്യുന്നത് 33.35 വോൾട്ട് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ലാർജ് എറർ ആണ് അത് കാണിക്കുന്നത്. ഈ എററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് എറർ ഈസ് കാൾഡ് നമ്മൾ മെഷർമെന്റ്സ് നമ്മൾ പഠിച്ചു. ദാറ്റ് എറർ ഈസ് കാൾഡ് ലോഡിംഗ് എറർ നമ്മൾ പറയുന്നുണ്ട്. ദാറ്റ് എറർ ഈസ് കാൾഡ് ലോഡിംഗ് എറർ. അപ്പോൾ നമ്മൾ ഈ ലോഡിംഗ് എററിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കി ഇവിടെ 50 വോൾട്ട് എന്നൊരു കാര്യം നമുക്കറിയാം. കാര്യം ഇത് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആയതുകൊണ്ട് ഇവിടെ 50 വോൾട്ട് ഇവിടെ 50 വോൾട്ട്. പക്ഷെ നമ്മൾ വോൾട്ട് മീറ്റർ മെഷർ ചെയ്തിട്ടായിരിക്കും 33.35 വോൾട്ട് ആയിരിക്കും മെഷർ ചെയ്യുന്നത്. therefore it is a huge error is introduced in the എന്തായിരിക്കും മെഷർമെന്റ്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് വൺ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എന്ത് ട്രാൻസ്ഫോമർ വെക്കണം. അങ്ങനെ ആയിരിക്കും വരിക. therefore സർക്യൂട്ട് എങ്ങനെ ആയിരിക്കും വരിക? സർക്യൂട്ട് ഇങ്ങനെ മാറി ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ഒരു ട്രാൻസ്ഫോമർ വെക്കും. എന്തായിരിക്കും? ഈ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി എന്ത് ചെയ്യും? നമ്മൾ വോൾട്ട് മീറ്റർ കൊണ്ട് കണക്ട് ചെയ്യും. therefore ഇപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഈ ട്രാൻസ്ഫോമർ റേഷ്യോ എത്രയായിരിക്കും വരിക? 1:1 ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസൊലേഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമർ ഈസ് കാൾഡ് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ. ഈ കഴിഞ്ഞ വട്ടത്തെ എയുടെ എക്സാമിനും EA യുടെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം
ലോഡിംഗ് എറർ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ടേൺസ് റേഷ്യോ 1:1 ആണ് ഐസൊലേഷൻ ട്രാൻസ്ഫോമറിന്റെ ടേൺസ് റേഷ്യോ ഓർത്ത് വയ്ക്കുക. സോ ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ ക്യാൻ ബി യൂസ്ഡ് ആസ് ദ ആയിരിക്കും യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ. ഇത് 50 ഓം ഇത് 50 ഓം റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് 50 വോൾട്ട് കിട്ടും. കൊടുക്കുന്നത് 100 സെയിം സർക്യൂട്ട് തന്നെ എന്തായിരിക്കും 100 വോൾട്ട്. കാര്യം എങ്ങനെയായിരിക്കും നമുക്ക് സംഭവിക്കുക. ദാറ്റ് മീൻസ് എന്തായിരിക്കും ഇലക്ട്രിക്കൽ ഐസൊലേഷൻ മീൻസ് ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആകുമ്പോഴത്തേക്കും എന്തായിരിക്കും നമുക്ക് 50 ഓമിന് ഇടയ്ക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്ര വേണം 50 വോൾട്ട് വെച്ചിട്ട് വേണം അല്ലേ. കാര്യം 100 ഡിവൈഡ് ബൈ 50 വോൾട്ട്. പക്ഷേ ഞാൻ അവിടെ ഒരു വോൾട്ട് മീറ്റർ ഡയറക്റ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസും കൂടെ പിക്ചറിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഫുൾ മെഷർമെന്റ് എന്ത് ചെയ്യുന്നുണ്ട് ഓൾട്ടർ ചെയ്യുന്നുണ്ട്. സോ അതാണ് നമ്മൾ ലോഡിംഗ് എഫക്ട് എന്ന് പറയുന്നത്. സോ ആ ലോഡിംഗ് എഫക്ട് നമുക്ക് എങ്ങനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും ബൈ യൂസിംഗ് ദ ട്രാൻസ്ഫോമർ ബൈ യൂസിംഗ് ആൻ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഹൂസ് ടേൺസ് റേഷ്യോ ഈസ് 1:1. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രാൻസ്ഫോമറിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ. നെക്സ്റ്റ് പോയിന്റ് ഏതായിരിക്കും വരിക. നെക്സ്റ്റ് ഈസ് ഇംപെഡൻസ് മാച്ചിങ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ട്രാൻസ്ഫോമറിന്റെ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ഇംപെഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാക്സിമം പവർ ട്രാൻസ്ഫറിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക ലോഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സോഴ്സ് റെസിസ്റ്റൻസ് അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണ് എന്തായിരിക്കും വരിക ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ കണ്ടീഷൻ ഈ ഒരു സർക്യൂട്ട് എടുത്ത് ഇത് 10 ഓം ഇതൊരു ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഇത് ലോഡ് റെസിസ്റ്റൻസ് RL. ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ RL ഈസ് ഈക്വൽ ടു എന്നാണ് ചോദ്യം. RL ഈസ് ഈക്വൽ ടു ഡാഷ്. നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അനുസരിച്ച് എന്ത് ചെയ്യും നമുക്കറിയാം ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ എന്തായിരിക്കും ലോഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സോഴ്സ് റെസിസ്റ്റൻസ്. ഇവിടെ എന്തായിരിക്കും സോഴ്സ് റെസിസ്റ്റൻസ് 10 വന്നിട്ടുണ്ട്. therefore RL ഈസ് ഈക്വൽ ടു 10 എന്ന് എഴുതി വയ്ക്കും. പക്ഷേ എന്തായിരിക്കും ആൻസർ തെറ്റാണ്. അങ്ങനെയല്ല വരുന്നത്. കാര്യം എന്തായിരിക്കും ഇത് നമ്മളിപ്പോൾ ഈ പറഞ്ഞത് ഇക്വേഷൻ ആപ്ലിക്കബിൾ ആയിരിക്കും. എങ്ങനെ ആയിരിക്കും ഈ രൂപത്തിലാണ് വരുന്നത്. എങ്ങനെ ആയിരിക്കും RLഉം സോറി അത് RS അല്ലെ സോഴ്സ് റെസിസ്റ്റൻസ് എന്തായിരിക്കും ഇത് RL ആണെങ്കിൽ ഈ രൂപത്തിലാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇത് ഈ രൂപത്തിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും RL ഈസ് ഈക്വൽ ടു RS. ഈ രണ്ട് റെസിസ്റ്റൻസും ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് മാക്സിമം പവർ നമ്മുടെ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു പറയാൻ പറ്റും. പക്ഷേ ഇത് പറയുമ്പോഴത്തേക്കും ഇവിടെ ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോമർ ടേൺസ് റേഷ്യോ ഞാൻ പറഞ്ഞത് 1:2 എന്ന് പറയുന്ന ട്രാൻസ്ഫോമറിന്റെ ടേൺസ് റേഷ്യോ ഉള്ള ട്രാൻസ്ഫോമറാണ് വെക്കുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക 1:2 എന്നുള്ള ട്രാൻസ്ഫോമർ ടേൺസ് റേഷ്യോ വയ്ക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക. therefore ഈ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും നമുക്ക് ഈ ഒരു RS is equal to RL എന്ന് പറയുന്ന ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഈ RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക നമ്മൾ പ്രൈമറിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എങ്ങനെയായിരിക്കും സംഭവിക്കുക therefore എന്തായിരിക്കും സർക്യൂട്ട് എങ്ങനെ ആയിരിക്കും മാറുക 10 ഓം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ 10 ഓം ആൻഡ് RL ബിക്കം എന്തായിരിക്കും RL ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ RL ബൈ K² അല്ലെ. കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ കിടക്കുന്ന ഇതായിരിക്കും റെസിസ്റ്റൻസിനെ പ്രൈമറിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്താ ഡിവൈഡ് ബൈ ദ ടേൺസ് റേഷ്യോ RL ഈക്വൽ ബൈ K². അപ്പൊ നമുക്ക് എന്തായിരിക്കും എന്തായിരിക്കും K എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക K is equal to 2. ഹിയർ എന്തായിരിക്കും 1:2 ആയതുകൊണ്ട് എന്താ K is equal to 2 and K² is equal to എന്തായിരിക്കും വരിക therefore K² is equal to 4. ഇനി എന്തായിരിക്കും സംഭവിക്കുക therefore എന്തായിരിക്കും വരിക ഇനി നമുക്ക് പറഞ്ഞുകൂടെ എന്തായിരിക്കും RL by K² is equal to 10. therefore എന്തായിരിക്കും RL is equal to എത്ര വരും RL is equal to 40 ohms. ഇമ്പോർട്ടന്റ് ആണ്. ഓർത്ത് വയ്ക്കുക ഡയറക്റ്റ് നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സോഴ്സ് റെസിസ്റ്റൻസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. എഴുതണമെങ്കിൽ നമ്മൾ എന്ത് വേണം നമ്മൾ രണ്ടും ഒരു സൈഡിലുള്ള ലോഡ് റെസിസ്റ്റൻസും സോഴ്സ് റെസിസ്റ്റൻസും എന്ത് വേണം നമ്മൾ ഈ രൂപത്തിൽ രണ്ടും ഒരേ സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഒരേ സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരേ സൈഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യുക ട്രാൻസ്ഫോമറിന്റെ ടേൺസ് റേഷ്യോ ഉണ്ടെങ്കിൽ ടേൺസ് റേഷ്യോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ടേൺസ് റേഷ്യോ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർത്ത് വയ്ക്കുക തെറ്റിക്കരുത്. ഈ രണ്ട് ഞാൻ പറഞ്ഞ ഇംപെഡൻസ് മാച്ചിങ്ങും ഇപ്പൊ എന്തായിരിക്കും ഇലക്ട്രിക്കൽ ഐസൊലേഷനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. തിയറി പരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലംസ് ഇങ്ങനെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അത് നോക്കി ചെയ്യാം. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ
ഇപ്പൊ ഞാൻ പറയുകയാണ് ഒരു 11 kV 11 kV by 33 kV 11 kV by 33 kV 50 hertz transformer. Suppose 50 hertz transformer having rating 10 kVA rating, having rating 10 kVA. Then the R per unit value, R per unit is equal to 0.02 LV side, 0.02 for LV side. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും R per unit for HV side is equal to dash. R per unit for HV side is equal to dash. എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഓമിലല്ല പെർ യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. എന്തായിരിക്കും ഈ റിലേഷൻ ഓർത്ത് വയ്ക്കുക? ആർ പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ആർ പെർ യൂണിറ്റ് എൽ വി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ആർ പെർ യൂണിറ്റ് എച്ച് വി. അടുത്തായിരിക്കും ആർ പെർ യൂണിറ്റ് എൽ വി ഈസ് ഈക്വൽ ടു ആർ പെർ യൂണിറ്റ് എച്ച് വി. അടുത്തായിരിക്കും എക്സ് റിയാക്ടൻസ് അല്ലെ, എക്സ് പെർ യൂണിറ്റ് എൽ വി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് പെർ യൂണിറ്റ് എച്ച് വി. ആൻഡ് എന്തായിരിക്കും? ഇസഡ് പെർ യൂണിറ്റ് എൽ വി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇസഡ് per unit HV. അപ്പോൾ per unit values ആണെങ്കിൽ എന്തായിരിക്കും? രണ്ടും സെയിം ആയിരിക്കും. therefore ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും വരിക? therefore ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എന്ത് പറയാൻ പറ്റും? 11 kV 11 by 33 kV 50 hertz ട്രാൻസ്ഫോമർ റേറ്റിംഗ് 10 kVA, R per unit 0.02 in LV square. അപ്പോൾ LV square ആണെങ്കിൽ R per unit HV എത്ര ആയിരിക്കും വരിക? അതും സെയിം 0.02 തന്നെ ആയിരിക്കും വരിക. ബിക്കോസ് എന്തായിരിക്കും? R per unit HV is equal to R per unit LV, X per unit LV is equal to X per unit HV, and Z per unit LV is equal to Z per unit HV. ഇത് പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റിലേഷൻ ആണ്, ഓർത്ത് വയ്ക്കുക. ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഗ്രാഫ് ഉണ്ട്. ഈ ഗ്രാഫും കൂടെ നോക്കി വെച്ചോളൂ. കാര്യം നമ്മളിപ്പം ഈ കോർ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്തായിരിക്കണം? കോർ മെറ്റീരിയൽസ് നമ്മൾ ഷുഡ് ഹാവ് ഹൈ ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെ, ഹൈ ഫ്ലക്സ് ഡെൻസിറ്റി ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റി കൂടിയ മെറ്റീരിയൽസ് ആണ് നമ്മൾ കോറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറയുന്നത് നോക്കിയേ, ഫസ്റ്റ് കേസ് നമ്മൾ പറയുകയാണ്, ഈ ഒരു ഗ്രാഫ് ഓർത്ത് വയ്ക്കുക. എന്തായിരിക്കും? ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലുണ്ട്. ഫസ്റ്റ് എന്തായിരിക്കും? കാസ്റ്റ് അയൺ, കാസ്റ്റ് അയണിനെ കാട്ടി കൂടുതലായിരിക്കും എന്ത് പറയുന്നത്? കാസ്റ്റ് സ്റ്റീലിനെ കാട്ടി കൂടുതലായിരിക്കും എന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീലിനെ കാട്ടി കൂടുതലായിരിക്കും സിലിക്കൺ സ്റ്റീല്. മൈൽഡ് സ്റ്റീലിനെ കാട്ടിയും കൂടുതലായിരിക്കും എന്ന് പറയുന്നത് സിലിക്കൺ സ്റ്റീലിനെ കാട്ടിയും കൂടുതലായിരിക്കും എന്ന് പറയുന്നത് CRGO എന്ന് പറയും. അതായത് കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയന്റഡ് മെറ്റീരിയൽ ആണ്. കോൾഡ് റോൾഡ് CRGO മീൻസ് ഇതായിരിക്കും കോൾഡ്. അതൊരു മെറ്റീരിയൽ ആണ്, സിലിക്കൺ സ്റ്റീൽ കണക്കൊരു മെറ്റീരിയൽ ആണ്. ആ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയന്റഡ്. അതിന്റെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഫ്ലക്സ് ഡെൻസിറ്റി is nearly equal to 2 Weber per meter square. CRGO having flux density B maximum is equal to 2 Weber per meter square. ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്തായിരിക്കും? ട്രാൻസ്ഫോമറിന്റെ ഓയിലിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ട്രാൻസ്ഫോമർ ഓയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ഫോമറിന്റെ ഓയിലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസുലേഷൻ ആസ് വെൽ ആസ് കൂളിംഗ്. അത് ഓർത്ത് വയ്ക്കുക. ട്രാൻസ്ഫോമർ ഓയിൽ എന്തായിരിക്കും? ഇതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻസുലേഷൻ പ്ലസ് കൂളിംഗ്. എന്തായിരിക്കും? എന്തൊരു ഓയിലായിരിക്കും? അതൊരു സിന്തറ്റിക് ഓയിലാണ്. സിന്തറ്റിക് ഓയിൽ. അതിന്റെ എന്തായിരിക്കും? കെമിക്കൽ നെയിം ഈസ് പൈറോക്ലോറൈഡ്. എന്തായിരിക്കും അതിന്റെ കെമിക്കൽ നെയിം? എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രാൻസ്ഫോമർ ഓയിലിന്റെ കെമിക്കൽ നെയിം പൈറോക്ലോറൈഡ്. അസ്കെറൽസ് ആയിരിക്കും അതിന്റെ ട്രേഡ് നെയിം. അസ്കെറൽസ് ഈസ് ദ ട്രേഡ് നെയിം. അപ്പോൾ ഓർത്ത് വയ്ക്കുക എന്തായിരിക്കും? ദാറ്റ് മീൻസ് അടുത്തതായിരിക്കും ഇൻസുലേഷൻ എന്ന് പറഞ്ഞ വാക്ക് കാണുമ്പോൾ ഓർക്കുക എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. So the transformer oil provides എന്തായിരിക്കും? It provides insulation as well as cooling. It is a synthetic oil. Its chemical name is എന്തായിരിക്കും? Pyrochloride and trade name is Ascarols. It is having high എന്തായിരിക്കും? Dielectric strength. ഓർത്ത് വയ്ക്കുക. So ഇതിന്റെ ട്രാൻസ്ഫോമർ ഓയിലിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് is 200 kilovolt per centimeter. Dielectric strength.
ട്രാൻസ്ഫോമർ ഓയിൽ ഡൈഇലക്ട്രിക് സൈൻ. ചിലപ്പോൾ നമ്മളുടെ ഈ ഡിപ്ലോമ ബേസ് എക്സാംസിനൊക്കെ ചിലപ്പോൾ കയറി വൺ വേർഡ് കയറി ചോദിക്കും, ഓർത്ത് വയ്ക്കാം. അടുത്ത നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് EMF ഇക്വേഷൻ ഓഫ് ദ ട്രാൻസ്ഫോമർ. EMF ഇക്വേഷൻ. EMF ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. EMF ഇക്വേഷൻ. EMF ഇക്വേഷൻ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്? EMF ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിന്റെ കോറാണ്. നമ്മൾ ട്രാൻസ്ഫോമർ വരയ്ക്കാൻ പോവാണ്. ട്രാൻസ്ഫോമറിന്റെ കോർ പ്രൈമറി, സെക്കൻഡറി, V1 എന്ന് പറയുന്ന വോൾട്ടേജ് V1 സൈൻ ഒമേഗ ടി, V1 സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞ വോൾട്ടേജ്, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതേപരമായിട്ട് പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് G1, ഫ്ലക്സ് എന്തായിരിക്കും, ഫ്ലക്സ് അതൊരു സെക്കൻഡറിയിൽ ഒന്ന് ലിങ്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ EMF എന്തായിരിക്കും, വോൾട്ടേജ് EMF എന്തായിരിക്കും, E2, സെക്കൻഡറി ഇൻഡ്യൂസ് ചെയ്യുന്ന EMF E2. അപ്പം നമ്മൾ കൊടുക്കുന്ന എന്തായിരിക്കും, സൈൻ വേവ് അല്ലേ, അതായിരിക്കും നമ്മൾ കൊടുക്കുന്ന സൈൻ വേവ് എന്ന് പറയുന്നത്, സൈൻ വേവ്. അപ്പോൾ ഈ സൈൻ വേവിനകത്ത് എന്തായിരിക്കും, നമ്മൾ ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേക്ക് ഫ്ലക്സ് എന്തായിരിക്കും, ഫ്ലക്സ് ഈസ് ആൾസോ ഓൾട്ടർനേറ്റീവ് ഫ്ലക്സ്. അപ്പോൾ അതായിരിക്കും നമ്മൾ ഇത് ഫ്ലക്സിനെ φm എന്നാണ് വിളിക്കുന്നത്, φm. ഇപ്പം നമ്മൾ ആവറേജ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എന്തായിരിക്കും, ഈ ആവറേജ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ, E ഈസ് ഈക്വൽ ടു whenever there is a change in flux and EMF is induced അല്ലേ, d∅dt, whenever there is a change in flux and EMF is induced. ഇപ്പം നമ്മൾ പറയാണ് എന്തായിരിക്കും, ഫ്ലക്സ് ഈ പോയിന്റ് അതായത് T/4 ആണെങ്കിൽ ഇത് T/4, ഇത് എന്തായിരിക്കും ആകുമ്പോഴത്തേക്കും മാക്സിമം ഫ്ലക്സ് അല്ലെ, φ max. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും, d∅ മീൻസ് എന്തായിരിക്കും, φ max മൈനസ് 0 അല്ലെ. ദാറ്റ് മീൻസ് എന്തായിരിക്കും, ദാറ്റ് മീൻസ് ഈ മാക്സിമം ഫ്ലക്സ് ദാറ്റ് ഇസ് ഇനിഷ്യൽ വാല്യൂ മൈനസ് ഫൈനൽ വാല്യൂ, φ max ആയിരിക്കും ഫൈനൽ വാല്യൂ മൈനസ് ഇനിഷ്യൽ വാല്യൂ, φ max മൈനസ് എന്തായിരിക്കും 0 ഡിവൈഡ് ബൈ എന്തായിരിക്കും ടൈം എന്തായിരിക്കും വരിക, മാക്സിമം ആവാനുള്ള ടൈം എന്താ T/4 അല്ലെ, ഫൈനൽ വാല്യൂ മൈനസ് ഇനിഷ്യൽ വാല്യൂ T/4 മൈനസ് 0. therefore നമുക്ക് എന്ത് കിട്ടും, therefore that is equal to E average is equal to എന്ത് കിട്ടി, E average is equal to 4 φm by T, 4 φm by T അല്ലെങ്കിൽ എന്താ 1/T എന്താ ഫ്രീക്വൻസി അല്ലേ, 4 φm into f എന്ന് കിട്ടും, 4 φm into f. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതെന്താ, ഇത് ആവറേജ് വാല്യൂ ആണ് അല്ലേ. therefore നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, നമുക്കറിയാം ഫോം ഫാക്ടർ എന്തായിരിക്കും, ഫോം ഫാക്ടർ ഓഫ് എ സൈൻ വേവ് എഫ് ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു RMS വാല്യൂ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ അല്ലേ, ERMS ഡിവൈഡ് ബൈ E average ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, ഫോർ എ സൈൻ വേവ് ഫോം ഫാക്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1.11. therefore എന്ത് ചെയ്യാൻ ERMS ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാൻ പറ്റും, 1.11 into E average. E average എത്രയാണ്, 4 φm into f, that is equal to 1.11 into 4 into φm into f അല്ലെ, 4 into φm into f. അപ്പോൾ therefore that is equal to ERMS is equal to 4.44 f into φm അല്ലെ. it is a RMS value, it is a RMS value. അപ്പോൾ this is the എന്തായിരിക്കും, it is the എന്തായിരിക്കും EMF RMS value of the EMF per turn അല്ലെ, per turn. ഇപ്പൊ നമ്മളിപ്പം പ്രൈമറി എടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, E1 എടുക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയുകയാണ് ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി ടേൺസ് N1 ആണെങ്കിൽ സെക്കൻഡറി ടേൺസ് N2 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും, E1 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും, പ്രൈമറി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് E1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും 4.44 f into φm into N1 അല്ലെ, പ്രൈമറി ടേൺസ്. E2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, E2 ഈസ് ഈക്വൽ ടു 4.44 f into φm into N2 അല്ലെ. അപ്പൊ നമ്മൾ നോക്കി ഇതിനകത്ത് രണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് EMF per turn എടുത്താൽ എന്തായിരിക്കും, പെർ ടേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ടേൺ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും, ഈ പെർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ടേൺ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ കഴിഞ്ഞ തവണ എക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, the EMF induced in the transformer, the EMF per turn induced in the primary and the secondary എന്തായിരിക്കും വരിക, N1 is equal to 1, N2 is equal to 1 കൊടുത്താൽ എന്തായിരിക്കും, E1 is equal to E2. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും, the EMF per turn is equal to സെയിം ആയിരിക്കും അല്ലെ.
because എന്തായിരിക്കും if n1 is equal to 1 and n2 is equal to 1 കൊടുത്താൽ എന്തായിരിക്കും e1 is equal to e2. therefore emf per turn എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും emf per turn is same അല്ലെ, same for e1 and e2. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് for e1 and e2. അപ്പോൾ നമുക്ക് എങ്ങനെ ഇപ്പൊ നമുക്ക് സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് E2 is equal to എങ്ങനെ ചെയ്യാൻ പറ്റും 4.44 f into എന്തായിരിക്കും 5 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ 5 is equal to b dot a അല്ലേ, b maximum into area into n2. ഇതായിരിക്കും നമ്മളെ ഇഎംഎഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇഎംഎഫ് ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. അടുത്തെന്തായിരിക്കും വരിക E2 by E1 is equal to എന്തായിരിക്കും n2 by n1 is equal to എന്തായിരിക്കും k, where k is the എന്തായിരിക്കും transformation ratio, where k is the transformation ratio. E2 by E1 is equal to n2 by n1, where E is the transformation ratio. Next point നോക്കിയേ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഫ്ലക്സ് ഇ എം എഫ് എന്തായിരിക്കും വരിക, ഇ എം എഫ് നമുക്ക് ഇ എം എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഇത് RMS വാല്യൂ ആണല്ലേ, ഈ ഇ എം എഫ് RMS വാല്യൂ അതിന് ഫ്ലക്സ് എന്തായിരിക്കും ഫ്ലക്സ് മാക്സിമം വാല്യൂ. കാര്യം എന്തായിരിക്കും നമ്മളിവിടെ മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, ഫ്ലക്സ് 5 മാക്സ് ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. ഈ നമ്മൾ 5 മാക്സ് എടുത്തിട്ട് നമ്മൾ ഫോം ഫാക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് RMS വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്തത്. കാര്യം എന്തായിരിക്കും RMS വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ 1.11 എന്ന് പറഞ്ഞ ഫോം ഫാക്ടർ ഇൻറ്റു ആവറേജ് വാല്യൂ ആണ് അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് RMS വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സാധാരണ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ എടുത്തും കഴിഞ്ഞ തവണ എയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ ഇങ്ങനെയാണ്, എന്തായിരിക്കും 10 kVA 25 Hz, 10 kVA 25 Hz. അടുത്തത് 10 kVA 100 Hz. നെക്സ്റ്റ് ഈസ് 10 kVA 400 Hz. Next 10 kVA 800 Hz. ചോദ്യം which is the smallest transformer? Which transformer is small size? Which transformer is smallest size? തന്നിരിക്കുന്ന 4 ട്രാൻസ്ഫോമറിലും സ്മോളസ്റ്റ് സൈസ് ട്രാൻസ്ഫോമർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം EMF ഇക്വേഷൻ നോക്കുക. എന്തായിരിക്കും E2 is equal to ഇങ്ങനെ ആയിരിക്കും 4. E2 is equal to ഇങ്ങനെ ആയിരിക്കും E2 is equal to 4.44 f into അല്ലെ 4.44 f into 5m into n2 അല്ലെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഏരിയ വെച്ചിട്ട് കൊടുക്കാം അല്ലെ. therefore that is equal to 4.44 f into 5 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ bm dot a അല്ലെ. 5 ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഫ്ലക്സ് ഡെൻസിറ്റി into ഏരിയ into n2. ഇപ്പൊ നമ്മൾ നോക്കി ഇപ്പൊ ഈ ട്രാൻസ്ഫോമർ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക 4.44 കോൺസ്റ്റന്റ് ആണ് അല്ലെ, 4.44 കോൺസ്റ്റന്റ് ആണ്. പിന്നെ എന്തായിരിക്കും വരിക ഫ്ലക്സ് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്, n2 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കിയേ therefore ഇവിടെ എന്തായിരിക്കും ഫ്രീക്വൻസി കൂടുമ്പോൾ അല്ലെ, ദാറ്റ് മീൻസ് E2 കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുക. as frequency increase ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യും, ഫ്രീക്വൻസി ഇൻക്രീസസ് എന്ത് ചെയ്യും, ഏരിയ റെഡ്യൂസസ്. ഓർത്ത് വയ്ക്കുക, as frequency increases ഏരിയ റെഡ്യൂസസ്. എന്തായിരിക്കും in order to maintain എന്തായിരിക്കും കോൺസ്റ്റന്റ് വോൾട്ടേജ്, കോൺസ്റ്റന്റ് ഇൻഡ്യൂസ്ഡ് EMF E2 നെ കോൺസ്റ്റന്റ് ആയിട്ട്. കാര്യം ഇവിടെ 4.44 കോൺസ്റ്റന്റ് ആണ്, ഫ്ലക്സ് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്, ടേൺസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്തായിരിക്കും ഇവിടെ എന്തായിരിക്കും ഫ്രീക്വൻസി മാറുന്നുണ്ട് അല്ലെ. ഫ്രീക്വൻസി മാറുമ്പോൾ ആര് കുറയും, ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഏരിയ കുറയും. എന്തിനായിരിക്കും in order to maintain the constant E2. therefore എന്ത് ചെയ്യും, അപ്പൊ നോക്കിയേ ഫ്രീക്വൻസി കൂടി ഇപ്പൊ ഫ്രീക്വൻസി കൂടുതൽ ഏതാണോ അതായിരിക്കും നമ്മളുടെ ചെറിയ സൈസുള്ള ട്രാൻസ്ഫോമർ. അത് ഓർത്ത് വയ്ക്കുക. therefore ഓപ്ഷൻ ഇസ് ഡി. അല്ലെങ്കിൽ നോക്കിയാൽ മതി, ഇലക്ട്രോണിക്സ് ലാബിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അവിടെ എല്ലാം ഹൈ ഫ്രീക്വൻസി ഉള്ള അല്ലേ, നമ്മൾ ഇലക്ട്രോണിക്സ് ലാബിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഹൈ ഫ്രീക്വൻസി ആണ് അവിടുത്തെ എന്തായിരിക്കും അവിടുത്തെ സിഗ്നൽസ് എന്ന് പറയുന്നത്. സോ അവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ എന്തായിരിക്കും വളരെ ചെറിയ ട്രാൻസ്ഫോമർ, ബ്രെഡ് ബോർഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ഫോമർ ആയിരിക്കും. പക്ഷേ നമ്മൾ 50 Hz യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ എന്തായിരിക്കും നമ്മൾ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ സൈസ് വലുതായിരിക്കും. സോ അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പൊ എന്തായിരിക്കും ഫ്രീക്വൻസി കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും ട്രാൻസ്ഫോമറിന്റെ സൈസ് കുറയും. അത് ഓർത്ത് വയ്ക്കുക. കാര്യം എന്തായിരിക്കും അതിന്റെ കൺസെപ്റ്റ് എന്താ, in order to maintain constant E2. ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്
next question. What is the phase angle between E1 and E2 is? Phase angle between E1 and E2 is option A 0 degree, option B 90 degree, option C 180 degree, option D 270 degree. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും നമുക്ക് ഫേസ് ആംഗിൾ ബിറ്റ്വീൻ E1 ആൻഡ് E2 ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് E1 E2 ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? അപ്പോൾ എങ്ങനെ ആയിരിക്കും വരിക? therefore ഓർത്ത് വെക്കുക എങ്ങനെ ആയിരിക്കും വരിക? ഇപ്പോൾ നമ്മൾ E1 E2 എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ആയിരിക്കും വരിക? E2 is equal to, for example, E2 is equal to എങ്ങനെ ആയിരിക്കും? E2 is equal to minus N2 into അല്ലേ minus N2 into d5 by dt അല്ലേ minus N2 into d5 by dt. Therefore that is equal to എന്തായിരിക്കും? minus N2 into d by dt of 5 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ 5m sin omega t. Therefore എന്തായിരിക്കും വരിക? Therefore that is equal to എന്ത് കിട്ടും? That is equal to minus N2 into 5m into d by dt of sin omega t എന്തായിരിക്കും? cos omega t അല്ലേ into cos omega t into omega. Therefore എന്ത് കിട്ടും? Therefore that is equal to എന്തായിരിക്കും? N2 into 5m into minus cos പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? sin of omega t minus 5/2. ഓക്കെ, N2 അങ്ങനെ കിട്ടി. N1 എങ്ങനെ ആയിരിക്കും കിട്ടുക? N1 നമുക്ക് സെയിം ആയിരിക്കും വരുന്നത്. E1 is equal to minus N1 into d5 by dt. ഏതായിരിക്കും നമ്മുടെ ഫാരഡേസ് ഇക്വേഷൻ അനുസരിച്ചിട്ടല്ലേ? therefore minus N1 into d by dt of 5 എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? 5m sin omega t. therefore that is equal to minus N1 into 5m into sin omega t എന്തായിരിക്കും? cos omega t into omega. ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? that is equal to N1 into 5m into sin of omega t minus 5/2. ഓക്കെ, രണ്ടും സെയിം അല്ലേ? therefore എന്ത് പറയാൻ പറ്റും? therefore the phase angle between E1 and E2 is എന്തായിരിക്കും? therefore the phase angle between E1 and E2 is ഓർത്ത് വയ്ക്കുക. ആ സമയത്ത് ചെയ്യാനൊന്നും വേണ്ട. എന്തായിരിക്കും? 0 ഡിഗ്രി. ഇത് ഓർത്ത് വയ്ക്കുക മതി. പ്രൈമറി ഇൻഡ്യൂസ്ഡ് EMF ഉം സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMF ഉം നമ്മളുടെ ഫേസ് ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് 0 ഡിഗ്രി എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ അടുത്ത നമ്മൾ നോക്കണം എന്തായിരിക്കും? നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഫ്ലക്സ് എന്താ? ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു 5m sin omega t ആണ് അല്ലേ? നമ്മൾ എടുത്തിരിക്കുന്ന ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു 5m sin omega t ആണ്. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ E1 ആൻഡ് phase angle between E1 and flux. എത്രയായിരിക്കും വരിക? ഫ്ലക്സ് 5m sin omega t ആണ്. E1 എന്തായിരിക്കും വരുന്നത്? E1 is equal to എന്തായിരിക്കും വരിക? sin omega t minus 5/2 ആണ് അല്ലെ? E2 എന്തായിരിക്കും വരിക? E2 is also എന്തായിരിക്കും? sin omega t minus 5/2. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഫ്ലക്സ് 5 ആണ്. 5 ആണെങ്കിൽ എന്തായിരിക്കും വരിക? therefore എന്തായിരിക്കും ഇവിടെ? ഇത് E1, ഇതെന്തായിരിക്കും? E2. therefore the phase angle between flux and induced voltage is 90 degree. The phase angle between E1 and E2 is 0 degree and the phase angle between flux and എന്തായിരിക്കും? induced EMF is 90 degree. അത് ഓർത്ത് വയ്ക്കുക. ഇത് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സോ ഇതിനകത്ത് രണ്ട് പോയിന്റ് ഉണ്ട്. ഇതായിരിക്കും ഫേസ് ആംഗിൾ ബിറ്റ്വീൻ E1 and E2 is 0 degree and ഫേസ് ആംഗിൾ ബിറ്റ്വീൻ induced EMF and എന്തായിരിക്കും? flux is 90 degree. സോ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. ഈ കൺസ്ട്രക്ഷണൽ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ EMFന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഒരു പ്രോബ്ലം നോക്കി, ഇതും സാധാരണഗതിയിൽ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നമ്മുടെ ഈ സെഷനിൽ തന്നെ നമ്മളെല്ലാം ചോദിച്ചു വരുന്ന മോഡൽസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെഷനിൽ തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വൺസ് ഈ സിലബസ് എല്ലാം നമ്മൾ കവർ ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം? മോക്ക് ടെസ്റ്റ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ, ഈ സെയിം മോഡലിൽ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മളുടെ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരുപാട് മോഡൽസ് കൊടുത്തിട്ടുണ്ട്. വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാം. സോ അപ്പൊ നമ്മൾ നോക്കിയ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് two transformers of same type. Two transformers of same type using the same grade of iron and conductor materials. Using the same grade of
iron and conductor materials, iron and conductor materials, and designed to work under same and designed to work under same flux density and current density but linear dimensions of one transformer are 2 times those of other. 2 times those of other in all respects. In all respects. The ratio of kVA of two transformers is the ratio of kVA of two transformer is എന്നാണ് ചോദ്യം. എന്താണത് നമുക്ക് നോക്കി ഫസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും two transformers of same type using same grade of iron and conductor same grade of iron and conductor materials and designed to work under same flux density and current density but പക്ഷെ എന്താണ് പക്ഷേ അവർ പറയുന്നതായിരിക്കും but linear dimensions of one of the transformer are 2 times that of the other. നമ്മൾ അതിന്റെ ഫിഗർ നമ്മൾ വരച്ചു നോക്കിയാൽ എങ്ങനെയായിരിക്കും നമുക്ക് കാണിക്കുക ട്രാൻസ്ഫോമർ നമ്പർ എ ആണെങ്കിൽ ട്രാൻസ്ഫോമർ എ ഇത് വൈൻഡിങ് വെച്ചിട്ടുണ്ട് ട്രാൻസ്ഫോമർ ബി യെ പറ്റിയിട്ട് അവരെന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ എന്തായിരിക്കും linear dimensions of one transformer are 2 times that of the other. That means എന്തായിരിക്കും linear dimensions എന്തായിരിക്കും വരിക ഇത് 2 times ആവും. That means എന്തായിരിക്കും വരിക that means length കൂടും breadth also increases. Therefore length increases, breadth also increases. ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. Therefore നിങ്ങൾ നോക്കി വരച്ചാൽ മതി ഇതായിരിക്കും ബി എന്ന് പറയുന്ന ട്രാൻസ്ഫോമർ എന്തായിരിക്കും linear dimensions are 2 times അല്ലേ linear dimensions are increased by 2 times. Dimensions increased by 2 times in all respects എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡൈമെൻഷൻസ് കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഇവിടെ ഈ കണ്ടക്ടർ എന്തായിരിക്കും ഈ കണ്ടക്ടറിന്റെ സൈസ് എന്താവും ഡബിൾ ആവും. നോക്കിയേ ആദ്യമേ നമ്മൾ ഈ ട്രാൻസ്ഫോമർ എയുടെ യൂസ് ചെയ്യുന്ന കണ്ടക്ടറിനെ കാട്ടിയും സൈസ് കൂടിയ കണ്ടക്ടർ ആയിരിക്കും ലീനിയർ ഡൈമെൻഷൻസ് മാറിയപ്പോഴത്തേക്ക് എന്തായിരിക്കും കണ്ടക്ടറിന്റെ സൈസും ഡബിൾ ആവും. therefore നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും therefore kVA is equal to എന്തായിരിക്കും kVA is proportional to എന്തായിരിക്കും വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലെ E ഇൻറ്റു I എന്ന് നമുക്ക് എഴുതാൻ പറ്റും. E ഇൻറ്റു I ഇപ്പം I എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെ പൈ ഇൻറ്റു ആർ സ്ക്വയർ അല്ലെ ഇവിടെ എന്തായിരിക്കും ആർ എന്ന് പറയുന്നതായിരിക്കും റേഡിയസ് ഈസ് ആൾസോ ബിക്കോസ് കണ്ടക്ടറിന്റെ റേഡിയസ് ഈസ് ആൾസോ ഡബിൾഡ് therefore എന്തായിരിക്കും therefore R becomes എന്തായിരിക്കും R becomes 2 times I therefore എന്തായിരിക്കും it is pi into 2r the whole square that is therefore that is equal to എന്തായിരിക്കും 4 pi r square ഇതെന്തായിരിക്കും അപ്പം ഇതെന്തായി ഇത് 4 times ആയി therefore കറണ്ട് മാത്രം 4 times ആയി വോൾട്ടേജ് എങ്ങനെ ആയിരിക്കും വരിക വോൾട്ടേജ് മീൻസ് കോർ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ കോർ സൈസ് ലെങ്ത് increases and breadth also increases therefore എന്തായിരിക്കും therefore length increases അല്ലെ and breadth also increases therefore എന്തായിരിക്കും length double ആയിട്ടുണ്ട് length is doubled and breadth is also doubled therefore എന്തായിരിക്കും വരുന്നത് therefore 4 times ആവും therefore നമുക്ക് എന്ത് കിട്ടും therefore 4 into 4 എത്ര കിട്ടും kVA is proportional to എന്തായിരിക്കും kVA is proportional to എന്തായിരിക്കും നമ്മളുടെ ലെങ്ത് ഡബിൾ ആയി ബ്രെഡ്ത്തും ഡബിൾ ആയി അപ്പോഴത്തേക്ക് എന്താ വോൾട്ടേജ് എത്ര ആയി വോൾട്ടേജ് 4 times ആയി 4 times E into കറണ്ട് എത്ര ആയി കറണ്ട് 4 times ആയി അല്ലെ 4 into I therefore എത്ര കിട്ടും 16 times EI എന്ന് കിട്ടും 16 times therefore എന്തായിരിക്കും ട്രാൻസ്ഫോമർ 1:2 നോക്കിയാൽ എന്തായിരിക്കും വരിക 1:16 ആയിരിക്കും ആൻസർ കിട്ടുക
So that means linear dimensions കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? Dimensions കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ്ങിന്റെ വൈൻഡിങ് കണ്ടക്ടറിന്റെ സൈസ് എന്ത് ചെയ്യും? സൈസ് ആൾസോ ഡബിൾസ് and also എന്തായിരിക്കും? Length of the core and breadth of the core also increases. If length of the core is doubled, എന്തായിരിക്കും? Length double ചെയ്യുന്നുണ്ട്, breadth double ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? Therefore voltage also becomes എന്തായിരിക്കും 4 times ആവും അല്ലേ? Because എന്തായിരിക്കും core size, length and breadth is doubled. Therefore എന്തായിരിക്കും L becomes 2L and B becomes 2B. Therefore voltage also becomes 4 times. Therefore എന്തായിരിക്കും voltage also becomes 4 times. Voltage becomes 4 times and current also becomes 4 times. Therefore എന്തായിരിക്കും the rating is 1:16 എന്ന് വരും. ഓർത്ത് വയ്ക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. A 200 by 100 volt 50 hertz transformer, a 200 by 100 volt 50 hertz transformer is to be excited at 40 hertz. Is to be excited at 40 hertz. At 40 hertz from 100 volt side. From 100 volt side. The 100 voltage side for the same exciting current. For the same exciting current. Same exciting current. The same exciting current. The same to be the same applied voltage should be. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ വേർഡ്സ് മൊത്തം ഇങ്ങനെ കിടക്കുന്നത്, നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. A 200 by 100 volt എന്തായിരിക്കും ട്രാൻസ്ഫോമർ is to be excited at 40 hertz from 100 volt side. For the same exciting current to be the same applied voltage should be എന്നാണ് ചോദ്യം. അപ്പം നമ്മളുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും 200 by 100 volt ആണ് ട്രാൻസ്ഫോമർ. Therefore the transformer rating transformer is 200 by 100 volt. 200 by 100 volt. ഇവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇത് ട്രാൻസ്ഫോമർ 50 ഹെർട്സ് ആണ്. is to be excited at 40 hertz from 100 volt side. ഇവിടെയാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തായിരിക്കും 40 hertz from 100 volt side. ഇവിടെ 40 hertz കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും for the same exciting current and the same applied voltage. ഇവിടുത്തെ അപ്ലൈഡ് വോൾട്ടേജ് സെയിം ആണ്, പക്ഷേ ഫ്രീക്വൻസി മാത്രം നമ്മൾ മാറ്റി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോൾട്ടേജിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സെയിം എക്സൈറ്റിംഗ് കറണ്ട് സെയിം അപ്ലൈഡ് വോൾട്ടേജ് ഷുഡ് ബി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് എന്നാണ് ചോദിക്കുക. നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ഓർത്ത് വയ്ക്കുക, വി ബൈ എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ. വി ബൈ എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ. അപ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? വി ബൈ എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ. Therefore നമുക്ക് ഫസ്റ്റ് കേസിൽ എന്തായിരിക്കും 100 വോൾട്ട് സൈഡിൽ അല്ലെ, 100 വോൾട്ട് സൈഡിൽ 100 വോൾട്ട് ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരിക്കും 100/50 അല്ലേ. 100 വോൾട്ട് സൈഡിൽ 50 ഹെർട്സ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കണ്ടീഷനിൽ. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ 40 ഹെർട്സ് കൊടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് വി എക്സ് ആണ് ചോദ്യം. Therefore Vx is equal to എത്ര കിട്ടും? Vx is equal to 4000 divided by 50, that is equal to 80 volt. 50 that is equal to 80 volt. ചോദ്യം മനസ്സിലാക്കണം. 200 by 100 volt ട്രാൻസ്ഫോമറിനെ എക്സൈറ്റഡ് വിത്ത് 40 ഹെർട്സ്. 50 ഹെർട്സ് ട്രാൻസ്ഫോമറിനെ 40 ഹെർട്സ് 100 വോൾട്ട് സൈഡ് ലോ വോൾട്ടേജ് സൈഡിൽ 40 ഹെർട്സ്
കൊടുത്ത് എക്സൈറ്റ് ചെയ്യുകയാണ് ഫോർ ദ സെയിം എക്സൈറ്റിംഗ് കറണ്ട്. എക്സൈറ്റിംഗ് കറണ്ട് മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ് എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. ഓർത്ത് വയ്ക്കുക, വി ബൈ എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇവിടെ ഫസ്റ്റ് കേസ് നോക്കിയാൽ വി ബൈ എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താണ് നമ്മുടെ വോൾട്ടേജ്, നമ്മുടെ ഫ്രീക്വൻസി വേരിയേഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് 100 വോൾട്ട് സൈഡാണ്. അപ്പൊ എന്തായിരിക്കും ആ 100 വോൾട്ട് സൈഡിലെ ഫസ്റ്റ് കേസ് എത്ര ആയിരിക്കും, വോൾട്ടേജ് 100 ആണ്, ഫസ്റ്റ് കേസിലെ ഫ്രീക്വൻസി 50 ആണ്, ഇസ് ഈക്വൽ ടു എന്തായിരിക്കും രണ്ടാമത്തെ കേസിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 40 ആണ്. അങ്ങനെയാണെങ്കിൽ വി എക്സ് കണ്ടുപിടിക്കുക. വി എക്സ് ഇസ് ഈക്വൽ ടു 80 വോൾട്ട്. ഇത് ഓർത്ത് വയ്ക്കുക. ഈ ഒരു എന്തായിരിക്കും ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് വി ബൈ എഫ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓർത്ത് വയ്ക്കുക. നിങ്ങൾ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, അതിനകത്ത് അങ്ങനെ വലിയ മാറ്റമൊന്നും ചോദിക്കത്തില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് ചോദിക്കുന്നത് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്കത് സെഷനിൽ നമുക്ക് പറയാം. ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് ചോദിച്ചാൽ മതി. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതായിരിക്കും ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ. നെക്സ്റ്റ് ഈസ് ലോസസ്. ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ. ലോസിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു എന്തായിരിക്കും വി ബൈ എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതായിരിക്കും എന്തായിരിക്കും വോൾട്ടേജ് ബൈ ഫ്രീക്വൻസി ഈസ് എ കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ വെച്ച് നമ്മൾ ആ ഒരു അസംഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇപ്പം മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം കോർ ലോസിനെ പറ്റി പറയുകയാണ്. കോർ ലോസ് മീൻസ് എന്തായിരിക്കും എഡി കറന്റ് ലോസ് ഉണ്ട്, എന്തായിരിക്കും ഹിസ്റ്റെറിസിസ് ലോസ് ഉണ്ട് അല്ലെ. എഡി കറന്റ് ലോസ് WE ഈസ് ഈക്വൽ ടു എന്തായിരിക്കും KE ഇൻറ്റു ബി മാക്സിമം റേസ് ടു BM സ്ക്വയർ F സ്ക്വയർ T സ്ക്വയർ. T എന്ന് പറയുന്നതായിരിക്കും T is the thickness ആണ്. ആൻഡ് ഹിസ്റ്റെറിസിസ് ലോസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ഹിസ്റ്റെറിസിസ് കോഎഫിഷ്യന്റ് KH ഇൻറ്റു B max raised to 1.6 ഇൻറ്റു എന്തായിരിക്കും F ഇൻറ്റു B. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹിസ്റ്റെറിസിസ് ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി, എന്തായിരിക്കും എഡി കറന്റ് ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി സ്ക്വയർ. അടുത്ത എന്തായിരിക്കും വരിക, ഈ ഫ്ലക്സ് ഡെൻസിറ്റി 1.6 ആയിരിക്കും. എന്തായിരിക്കും ഫ്ലക്സ് ഡെൻസിറ്റി പവർ 1.6, എഡി കറന്റ് എന്തായിരിക്കും B സ്ക്വയർ ആയിരിക്കും വരിക. therefore ഓർത്ത് വയ്ക്കുക, ഒരുപാട് തവണ ഇതിന്റെ എഡി കറന്റ് ലോസിന്റെ ട്രാൻസ്ഫോമർ ഈസ് പ്രൊപ്പോർഷണൽ ടു, ഇപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എന്തായിരിക്കും K ഇൻറ്റു B max BM സ്ക്വയർ F സ്ക്വയർ ഇൻറ്റു T സ്ക്വയർ. അതായിരിക്കും നമ്മുടെ എഡി കറന്റ് ലോസ് എന്ന് പറയുന്നത്. BM റേസ് ടു 1.6 ഇൻറ്റു F ഇൻറ്റു B, അതായിരിക്കും നമ്മുടെ ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക. അപ്പോ നമുക്ക് ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കണം. ഇഫ് ഫസ്റ്റ് കേസ് നമ്മൾ നോക്കണം, ഇതിന്റെ പ്രോബ്ലംസ് ചോദിക്കുന്ന പറഞ്ഞാൽ ഇഫ് വി ബൈ എഫ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ, എന്തായിരിക്കും ഇഫ് വി ബൈ എഫ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാം, എഡി കറന്റ് ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി സ്ക്വയർ, എന്തായിരിക്കും ആൻഡ് ഹിസ്റ്റെറിസിസ് ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഇഫ് വി ബൈ എഫ് it is not equal to a constant, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അങ്ങനെയാണെങ്കിൽ എഡി കറന്റ് ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് സ്ക്വയർ ആൻഡ് ഹിസ്റ്റെറിസിസ് ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും V റേസ് ടു 1.6 ഇൻറ്റു F റേസ് ടു -0.6. ഓർത്ത് വയ്ക്കുക. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പ്രോബ്ലം നമ്മൾ നോക്കുകയാണ്. ക്വസ്റ്റ്യൻ ഞാനിപ്പം ഡീറ്റെയിൽസ് ആയിട്ട് പ്രോബ്ലംസ് ഞാൻ എഴുതുന്നില്ല. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫ്രീക്വൻസി 200 വോൾട്ട് 50 ഹെർട്സ് ഫ്രീക്വൻസി ആയിരുന്ന സമയത്ത് എന്തായിരിക്കും എഡി കറന്റ് ലോസ് ഈസ് ഈക്വൽ ടു 200 വാട്ട്. അങ്ങനെയാണെങ്കിൽ 250 വോൾട്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ 50 ഹെർട്സ് ഫ്രീക്വൻസിയിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ then what is the എഡി കറന്റ് ലോസ് എന്നാണ് ചോദ്യം. ഒരു ട്രാൻസ്ഫോമർ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൽ എന്തായിരിക്കും 200 വോൾട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് 50 ഹെർട്സിൽ, എന്തായിരിക്കും എഡി കറന്റ് ലോസ് ഈസ് ഈക്വൽ ടു 200 വാട്ട്. ഇഫ് ഐ ആം ഗോയിങ് ടു അപ്ലൈ 250 വോൾട്ട്, എന്തായിരിക്കും എഡി കറന്റ് ലോസ് ഈസ് ഈക്വൽ ടു എത്ര എന്നാണ് ചോദ്യം. ഫസ്റ്റ് എന്ത് ചെയ്യുക, വി ബൈ എഫ് റേഷ്യോ കണ്ടുപിടിക്കുക. ഫസ്റ്റ് കേസിൽ വി ബൈ എഫ് എന്തായിരിക്കും, ഫസ്റ്റ് കേസിൽ എത്ര V 200, F എത്ര വരിക 50 അല്ലെ. വി ബൈ എഫ് ഈസ് ഈക്വൽ എത്ര 200 ബൈ 50 എത്ര വരുന്നുണ്ട് 4 വരുന്നുണ്ട് അല്ലെ.
4. രണ്ടാമത്തെ കേസിൽ എന്തായിരിക്കും വി ബൈ എഫ് എത്ര ആയിരിക്കും വരിക വി എത്ര 250 ഡിവൈഡ് ബൈ എന്തായിരിക്കും എഫ് എത്ര 50 therefore 5 എന്തായിരിക്കും ഇവിടെ നോക്കുമ്പോഴത്തേക്ക് എന്താ വി ബൈ എഫ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വി ബൈ എഫ് ഈസ് നോട്ട് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും വരിക എഡി കറന്റ് ലോസ് എന്തായിരിക്കും എഡി കറന്റ് ലോസ് പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ therefore എന്തായിരിക്കും if v by f is not equal to a constant eddy current loss is proportional to v square therefore എന്തായിരിക്കും സംഭവിക്കുക therefore we2 divided by we1 is equal to v2 square divided by v1 square അല്ലേ v2 square divided by v1 square we2 നമുക്കറിയാം we2 കണ്ടുപിടിക്കണം is equal to we1 200 തന്നിട്ടുണ്ട് into v2 തന്നിട്ടുണ്ട് എത്ര 250 അടുത്തതായിരിക്കും v1 എത്ര 200 the whole square അത് ചെയ്യുമ്പോഴത്തേക്ക് we2 is equal to കിട്ടും 312.5 watts സെയിം ക്വസ്റ്റ്യൻ തന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വി ബൈ എഫ് റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ച് നോക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 240 വോൾട്ട് 60 ഹെർട്സ് ആ സമയത്ത് എന്തായിരിക്കും എഡി കറന്റ് ലോസ് ഈസ് ഈക്വൽ ടു എത്രയാണ് 100 വാട്ട് അങ്ങനെയാണെങ്കിൽ 200 വോൾട്ട് എന്തായിരിക്കും 50 ഹെർട്സ് ആണെങ്കിൽ എന്തായിരിക്കും എഡി കറന്റ് ലോസ് ഈസ് ഈക്വൽ ടു എത്രയാണ് ചോദ്യം അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ആദ്യം നമ്മൾ എന്ത് ചെയ്യുക വി ബൈ എഫ് റേഷ്യോ കോൺസ്റ്റന്റ് നോക്കുക അല്ലേ വി ബൈ എഫ് റേഷ്യോ എന്താണെന്ന് നോക്കുക കേസ് 1 എന്തായിരിക്കും വി ബൈ എഫ് 240 ഡിവൈഡ് ബൈ 60 എത്രയായിരിക്കും വരിക 240 ഡിവൈഡ് ബൈ 60 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായിരിക്കും വരുന്നത് അത് ഈസ് ഈക്വൽ ടു 4 രണ്ടാമത്തെ കേസ് എന്തായിരിക്കും വരിക രണ്ടാമത്തെ കേസിൽ 200 ഡിവൈഡ് ബൈ 50 that is equal to that is equal to 4 therefore എന്തായിരിക്കും v by f is equal to എന്തായിരിക്കും it is a constant if v by f is equal to a constant ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ റിലേഷൻ if v by f is equal to a constant d constant loss is proportional to frequency square അല്ലേ therefore we is proportional to എന്തായിരിക്കും we is proportional to frequency square therefore എന്തായിരിക്കും we2 divided by we1 is equal to എന്തായിരിക്കും f2 divided by f1 the whole square therefore that is equal to എന്ത് കിട്ടും we2 നമുക്കറിയാം എത്രയാണ് we2 is equal to we2 നമുക്ക് കണ്ടുപിടിക്കണം we2 കണ്ടുപിടിക്കണം we1 എത്ര തന്നിട്ടുണ്ട് 100 into f2 എത്രയാണ് f2 50 divided by 60 the whole square എത്ര വരും അത് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 400 watts നമുക്ക് കിട്ടും 400 watts കിട്ടും സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് സോ നോക്കുക ട്രാൻസ്ഫോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുക സോ ഇത് പാർട്ട് 1 നമുക്ക് ഇവിടെ ഫിനിഷ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് നമുക്ക് കാണാം സോ ഇതിനകത്ത് രണ്ട് മൂന്ന് പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് വി ബൈ എഫ് റേഷ്യോ വരുന്ന പ്രോബ്ലംസ് ഇമ്പോർട്ടന്റ് ആണ് ഈ എന്തായിരിക്കും ട്രാൻസ്ഫോമറിന്റെ ഫ്രീക്വൻസി മാറ്റിയിട്ട് നമ്മൾ എനർജൈസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും കണ്ടീഷൻ അപ്പോൾ വി ബൈ എഫ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആ രീതി ഉപയോഗിച്ചിട്ട് ആ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യുക ഡയമെൻഷൻസ് മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ഓർത്ത് വയ്ക്കുക phase angle between E1 and E2 phase angle between phi1 and എന്തായിരിക്കും ഫ്ലക്സ് ആൻഡ് എന്തായിരിക്കും നമ്മുടെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് തമ്മിലുള്ള ഫേസ് ആംഗിൾ എന്താണെന്ന കാര്യം അത് ചോദിച്ചിട്ടുണ്ട് സോ എന്തായിരിക്കും ട്രാൻസ്ഫോമറിന്റെ സൈസ് അത് ഓർത്ത് വയ്ക്കുക EMF ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക പിന്നെ എന്തായിരിക്കും ട്രാൻസ്ഫോമറിന്റെ ഓയിൽ പിന്നെ എന്തായിരിക്കും നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ കോർ മെറ്റീരിയൽസ് ട്രാൻസ്ഫോമറിന്റെ ആപ്ലിക്കേഷൻസ് വെരി ഇമ്പോർട്ടന്റ് ആണ് ഇംപെഡൻസ് മാച്ചിങ് ആൻഡ് എന്തായിരിക്കും ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഓർത്ത് വയ്ക്കുക ബൈൻഡിങ്സ് ഓർത്ത് വയ്ക്കുക ഓക്കെ അപ്പം ഗോ ത്രൂ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് ചോദിക്കാം താങ്ക് യു